നമ്മളെ സ്വന്തം റിച്ചസാണേ. ഇന്ന് ഇത്തിരി മാങ്ങായും ഉപ്പും മുളകും ഒക്കെ കൂട്ടി തിന്നുവാണേ. എൻ്റെ ചെറുക്കൻ്റെ പരിപാടിയാണേ. എൻ്റെ എടുക്കും എല്ലാവരും. ഞാൻ എന്താ പൂരി ഉണ്ടാക്കുവാണേ. മാവൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടാണ് പോയത്. പിള്ളേർ സ്കൂളിൽ നിന്നൊക്കെ വന്നു എല്ലാവരുടെയും. എൻ്റെ ചെറുക്കൻ വന്നു. മാങ്ങ ഞാനിന്ന് ടൗണിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. പിന്നെ ചപ്പാത്തി പരത്തുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇന്ന് മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഉപ്പും മുളകും എല്ലാം കൂട്ടി തട്ടുകയാണ് അവനവിടെ. അപ്പം ഓൾറെഡി ഞാൻ പൂരിക്ക് മാവെല്ലാം കുഴച്ച് വെച്ചിട്ട് പോയത് കാരണം പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പൂരി ഉണ്ടാക്കുവാണേ. പിന്നെ അടുക്കും എല്ലാവരും. ഇതൊക്കെയാണ് പരിപാടികൾ. അപ്പം വോയിസിന് സൗണ്ട് കുറവാണ് എന്ന് എനിക്കറിയാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്ത മൈക്ക് വരുന്നത് വരെ. മൈക്ക് വന്നതിന് ശേഷം സൗണ്ട് കൊണ്ടിരിക്കാൻ വയ്യേ എന്നാരും എന്നോടത്ത് പറയല്ലേ. പിന്നെ പൂരി അങ്ങനെ ഇവിടെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. കാരണം പൂരി എണ്ണയല്ലേ കൂടുതൽ. അത് കാരണം അങ്ങനെ എനിക്കിതൊക്കെയാണ് ഇഷ്ടം. പക്ഷെ ഇവിടെ അങ്ങനെ വലിയ കാര്യമായിട്ട് ഉണ്ടാക്കാറില്ല. ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ച ആളോട് ഞാൻ അടുത്ത ദിവസം തന്നെ അത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പൂരിയുടെ പൊടിയൊക്കെ കുഴച്ചപ്പോൾ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ മറന്നുപോയി. ഇപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഓർത്തത് അയ്യോ അത് എടുക്കേണ്ടതായിരുന്നല്ലോ എൻ്റെ അടുത്ത് ചോദിച്ചതല്ലേ എന്നൊക്കെ മറന്നുപോയതാണ്. വീഡിയോ എടുത്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടുണ്ടല്ലോ തന്നെ നിൽക്കുന്നു എന്നുള്ളൊരു തോന്നലൊന്നും ഇല്ല. ഇപ്പം നമ്മുടെ കൂടെ ആരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പുറത്തെ ഒരാളുണ്ട്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി നമ്മുടെ അടുത്തുണ്ട്, അവരോട് സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളൊരു ഫീലാണ്. ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വട്ടാന്ന് പറഞ്ഞു. നമ്മുടെ പൂരിച്ചേട്ടായിയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് പൂരിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ വൈകിട്ട് ഞങ്ങൾ ഇത്തിരി ചില്ലി ചിക്കൻ വാങ്ങിച്ചേ. ക്വാർട്ടർ മാത്രം, ഒരു ക്വാർട്ടറേ വാങ്ങിച്ചുള്ളായിരുന്നു. നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ കുരിശുമൂടിലുള്ള ഭാഗ്യം എന്നാണ് വാങ്ങിച്ചത്. ആ ഹോട്ടലിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. വീഡിയോസ് കാണാൻ മറക്കരുത് കേട്ടോ.